പല ആണുങ്ങളും പറയുന്നുണ്ടല്ലോ ഇപ്പൊ കല്യാണം കഴിക്കാൻ പെണ്ണിനെ കിട്ടുന്നില്ല എന്നുള്ളതേ. പല പെണ്ണുങ്ങൾ പറയുന്നുണ്ടല്ലോ എനിക്ക് കല്യാണം ഒന്നും വേണ്ട എന്നുള്ളതേ. എനിക്ക് മെയിൻ കാരണം എന്താണെന്ന് അറിയുക, ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. 8 മാസം ഗർഭിണിയാണ് ഈ ഒരു സ്ത്രീ. ആ ഒരു സ്ത്രീനാണ് ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരു ഭർത്താവ് വന്നിട്ട് ഇസ്തിരിപ്പെട്ട് വെച്ചിട്ട് ശരീരം മുഴുവൻ അങ്ങോട്ട് എന്തെങ്കിലും മുറിവേൽപ്പിച്ചാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമ്മളൊന്ന് ആലോചിക്കട്ടെ, 8 മാസം ഗർഭിണിയാണ്. അതിന്റെ വേദന അത് വേറെ. പോരാത്തിന് ചൂടുള്ള ഇസ്തിരിപ്പെട്ടി കൂടി നമ്മുടെ ശരീരത്തിലേക്ക് തട്ടുമ്പോഴേ ഉണ്ടാവുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും? ഇത് കാരണം കൊണ്ടൊക്കെ തന്നെ ആണോടോ ഒരു പെണ്ണ് പറയുന്നത് എനിക്ക് കല്യാണം വേണ്ട, സിംഗിൾ ലൈഫ് ഒക്കെ ഞങ്ങളോട് പെയ്ക്കോളാ എന്ന് പല പെണ്ണും പറയാണ്ട് കല്യാണത്തിൽ നിന്ന് പുറകിലോട്ട് പോണത് ഇതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ്. എന്ത് ലക്ഷണം കെട്ടവന്മാരാണ്. അവർക്ക് ആ പെണ്ണിനെ വേണ്ട എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കൂടെ? എന്തിനാണ് പെണ്ണിന്റെ ശരീരത്തിന് ഇത്രയൊക്കെ ഉപദ്രവങ്ങളൊക്കെ ചെയ്യണത്? എന്തിനാണത്? ഇതാ പെണ്ണിനോട് ചെയ്തിട്ടുള്ള ആ ഭർത്താവ് എന്ന് പറയുന്ന അവർ ഇരപ്പുണ്ടല്ലോ, അവർ ഇരപ്പൻ ഇതിന് വലുത് ഇവിടെ ചെയ്യണം. മരിച്ചുള്ള കോലത്തിലാണ് മൂലക്കലാണ്ട് ആക്കിയിടണം. അപ്പൊ അവനങ്ങോട്ട് പഠിക്കും ഞാൻ എത്രത്തോളം ക്രൂരതാണ് ഞാൻ കെട്ടി പെണ്ണിനോട് ചെയ്തത് എന്നുള്ളത്. എത്ര കൊണ്ടാനും പഠിക്കാത്ത ഇവരെ പോലെ എച്ചന കെട്ട പിശാചുകളൊക്കെ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ഞാൻ ആലോചിക്കണത് അതല്ല, ഇത്രയൊക്കെ ഉപദ്രവങ്ങൾ ഇവിടെ ചെയ്തിട്ടും ഈ നിയമം എന്തുകൊണ്ടാണ് ഇതേമാതിരി ഉപദ്രവങ്ങൾ ചെയ്യുന്ന മനുഷ്യന്മാർക്ക് എതിരെ പോയിക്കാണ്ട് കേസെടുക്കാത്തതും അകത്തിടാത്തതും ശിക്ഷകൾ നൽകാത്തതൊക്കെ എന്ത് കണ്ടിട്ടാണിത്? ലക്ഷണം കെട്ട നിയമവും ലക്ഷണം കെട്ട ചില മനുഷ്യരും. ഇവരെ പോലെയുള്ള കാട്ടു കൈതകൾക്കൊക്കെ പെണ്ണ് ഇവിടെ കൊടുക്കാത്താണ് നല്ലത്. പെണ്ണ് കൊടുത്താണ്ടല്ല ആ പെണ്ണിന്റെ ജീവിതം നരക ജീവിതമായിരിക്കും.